പത്തനംതിട്ട മാലക്കരയിൽ മതിലിടിഞ്ഞു വീണ 2 മരണം. നിർമ്മാണ തൊഴിലാളികളായ 2 പേരാണ് മരിച്ചത്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. റൈഫിൾ ക്ലബിന്റെ നിർമ്മാണത്തിലിരുന്ന മതിലാണ് ഇടിഞ്ഞു വീണത്. പോലീസിന്റെ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാൻ ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരാളുടെ സുകുമാർ എന്ന വ്യക്തിയുടെ ഫാദർ ഇവിടെ ചെങ്ങന്നൂരുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് അതറിയിക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ ഫോൺ നമ്പറുകൾ ഇല്ലെങ്കിൽ ജില്ലാ കളക്ടറെയും അതോടൊപ്പം ആ സ്റ്റേഷനിൽ അവരുടെ ഏത് സ്റ്റേഷൻ പരിധിക്കുള്ളിലാണോ അവരുടെ വീടുള്ളത് ആ സ്റ്റേഷനിലും അറിയിച്ചുകൊണ്ട് വീട്ടുകാരെ അറിയിക്കുന്നതിനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ബാക്കി ഇവിടെ നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നു. അവർക്ക് ബോഡി അവിടേക്ക് കൊണ്ടുപോകുന്നതിൽ ആണ് അവർ താല്പര്യപ്പെടുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ പിന്തുണയും നൽകും. വിവരങ്ങളുമായി മിഥുൻ മുരളിയുണ്ട്. മിഥുൻ, എപ്പോഴാണ് അപകടം നടന്നത്? അപകടത്തിൽ മരിച്ച ഇതര സംസ്ഥാന തൊഴിലാളികൾ ആരൊക്കെയെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പരിക്കേറ്റവരുടെ നില എന്തൊക്കെയാണ്? ദൃശ്യം 1.5 മണിക്കൂർ മുമ്പായിരുന്നു സംഭവം. ആറന്മുളയ്ക്കടുത്ത മാലക്കരയിലാണ് മതിൽ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് 2 അതിഥി തൊഴിലാളികൾ, വിവിധ ഭാഷാ തൊഴിലാളികൾ മരിച്ചത്. ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. മാലക്കരയിലെ റൈഫിൾ ക്ലബിന്റെ നിർമ്മാണത്തിലിരുന്ന മതിലാണ് ഇടിഞ്ഞത്. 2 തൊഴിലാളികൾ മണ്ണെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഇവരുടെ പുറത്തേക്ക് കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള മണ്ണ് ഇടിഞ്ഞ് വീഴുകയായിരുന്നു. പശ്ചിമബംഗാൾ സ്വദേശി രത്തൻ മണ്ഡൽ, ബീഹാർ സ്വദേശി ഗുഡുകുമാർ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ തൊഴിലാളിയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മരിച്ച 2 പേരുടെയും മൃതദേഹങ്ങളും ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ്, ആന്റോ ആന്റണി MP എന്നിവർ അപകടസ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടെ പശ്ചിമ ബംഗാളിലും ബീഹാറിലുമുള്ള ഇവരുടെ കുടുംബങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് ഇവിടെ എത്തിയ ജനപ്രതിനിധികൾ പറഞ്ഞത്. റൈഫിൾ ക്ലബിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന മതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് 2 തൊഴിലാളികൾ മണ്ണെടുത്തുകൊണ്ടിരുന്നതിനിടയിൽ അവരുടെ പുറത്തേക്ക് കോൺക്രീറ്റ് ഉൾപ്പെടെ ഉള്ള മണ്ണ് ഇടിഞ്ഞു വീണത്. കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള മണ്ണ് കെട്ടിപ്പൊക്കുന്നതിനിടയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത്. 4 പേര് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അതിൽ 2 പേർ ഓടി മാറുകയായിരുന്നു. ഒരാൾ രക്ഷപ്പെട്ടു. പിന്നീടുള്ള 2 പേർക്ക് മരണം സംഭവിക്കുകയും ഒരാൾ ഇപ്പോൾ ഗുരുതര പരിക്കേറ്റ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. 4 പേര് നിർമ്മാണ പ്രവർത്തനത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഒരാൾ ഈ മതിൽ ഇടിഞ്ഞു വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഒരാൾ അനുനിമിഷം അവിടെ നിന്ന് ഓടി മറിഞ്ഞതുകൊണ്ടാണ് അയാൾക്ക് ജീവൻ രക്ഷപ്പെട്ടത്. അയാൾ ഇപ്പോൾ ആ സ്ഥലത്തുണ്ട്, സംഭവ സ്ഥലത്തുണ്ട്. അങ്ങനെ ഒരാൾ രക്ഷപ്പെടുന്നു. ബാക്കി 3 പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുന്നു. 2 പേര് മരണപ്പെടുകയും ചെയ്യുന്നു. പശ്ചിമ ബംഗാൾ സ്വദേശി രത്തൻ മണ്ഡൽ, ബീഹാർ സ്വദേശി ഗുഡുകുമാർ 2 പേരാണ് മരിച്ചത്. 2 ജനപ്രതിനിധികൾ വീണ ജോർജ് മന്ത്രിയും ഒപ്പം ആന്റോ ആന്റണി MPയും ഈ സംഭവ സ്ഥലം സന്ദർശിച്ചു. ഇവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ അനുബന്ധമായിട്ട് ഇവരുടെ കുടുംബത്തെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങൾ ഈ ജനപ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. മതിൽ കെട്ടിപ്പൊക്കുന്നതിന് സമയത്താണ് നിർമ്മാണ പുരോഗതിക്കിടയിലാണ് ഈ മതിൽ ഇടിഞ്ഞു വീണ് 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ദൃശ്യം മിഥുൻ മുരളിയാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മാലക്കരയിലാണ് നിർമ്മാണത്തിലിരുന്ന മതിൽ ഇടിഞ്ഞു വീണ 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു, ഒരാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.